ഇന്നത്തെ ജനറേഷൻ ആർ അമേസിങ്. ആ രീതിയിൽ അവർക്ക് ഈക്വാലിറ്റി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടുപേരും ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റീസ് ആണെന്ന് അറിയാം. സോ ദേ ട്രസ്റ്റ് ഈച്ച് അതർ, ദേ ഗിവ് ദാറ്റ് ഫ്രീഡം ടു ഈച്ച് അതർ. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതാണ് വേണ്ടത്. സോ ദാറ്റ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരാൾ ലൈഫിലേക്ക് ഇനി വരാൻ എന്റെ സാധ്യതയുണ്ട്. അമ്മ എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ അത് വയസ്സും പ്രശ്നമല്ല. അങ്ങനെ ഒരാൾ ലൈഫിലേക്ക് ഇനി വരാൻ സാധ്യതയുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് എന്താന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ ലൈഫിന്റെ 2 ഫെയിലിയേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡാൻസ്. ഐ എം ഗോയിങ് ടു റീസ്റ്റാർട്ട് മൈ ഡാൻസ് ചെയ്യണം. കുറേ കൂടെ സ്റ്റുഡൻസ് വെച്ചിട്ട് ഐ വോണ്ട് ടു ടൂർ ദ വേൾഡ്. സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് അതൊരു ആഗ്രഹമാണ്. ആ എൻ്റെ മൈൻഡിലുള്ള എൻ്റെ സ്നേഹം എല്ലാം എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കണം. ആൻഡ് ഡാൻസ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് അതൊക്കെ കൊടുക്കണം. സോ ഐ എം ബേസിക്കലി ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ മനസ്സിൽ ഇപ്പോഴും സ്നേഹം ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. റൊമാൻസ് അല്ല. റൊമാൻസ് എന്ന് പറഞ്ഞാലും ഈ റൊമാൻസ് ക്യാൻ ബി ഇൻ ഡിഫറെന്റ് വേസ്. നമുക്ക് ഈ ഒരു റൊമാൻസ് മാത്രമല്ലല്ലോ ജീവിതത്തിൽ. അപ്പൊ എനിക്ക് ഇന്നും ഒരു കൊച്ചുകുട്ടിയൊക്കെ കാണുമ്പോൾ അവര് അട്രാക്റ്റഡ് ആവും എൻ്റെ അടുത്ത്. ഡെഫിനറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ഞാൻ അവര് അട്രാക്ട് ചെയ്യും. കാരണം അവർ എൻ്റെ അടുത്ത് ഐ ലൈക്ക് ടു ടോക്ക് ടു ദം. അപ്പൊ ഇതൊക്കെ സ്നേഹമല്ലേ? ഇതൊക്കെ നമ്മുടെ റൊമാൻസ് അതൊക്കെയാണ് പിള്ളേരെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം യങ്ങർ ക്രൗഡിനോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നു, അത്രത്തോളം യു വിൽ ഫീൽ യങ്. നമ്മൾക്ക് മുരടിച്ചു പോയില്ല എന്ന് പറയില്ലേ, ഒന്നും ചെയ്യാനില്ല. ആ ആറ്റിറ്റ്യൂഡ് വരരുത് എന്ന് മാക്സിമം ഞാൻ നോക്കാറുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് ചേച്ചിയോട് ഇന്റർവ്യൂവിന് മുന്നേ സംസാരിച്ചപ്പോഴും US-ലായിരുന്ന സമയത്ത് അവിടെ ഒറ്റയ്ക്കായിരുന്നു. മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കാണ്. ഇവിടെ വന്നപ്പോഴും കൂടെ ഒരു ചേച്ചി ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ്. അപ്പൊ ആ ഒറ്റപ്പെടലിനൊരു മാറ്റം വേണമെന്ന് ചിന്തയുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതന്നെ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇല്ലേ ഇപ്പോ. അപ്പൊ ഒറ്റപ്പെടൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരെ എന്നെ ചിന്തിക്കാൻ പോലും സമയം തരാറില്ലല്ലോ ഇപ്പൊ. ഫുൾ ടൈം ദേ ആർ ഓൾ വിത്ത് മീ. അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്നെ വിളിക്കും. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. SK ആന്റി എന്നാണ് വിളിക്കുക. ഇവരെല്ലാവരും എന്നെ SK എന്നാണ് വിളിക്കുക. അതായത് ചേച്ചി ആന്റി അങ്ങനെയൊക്കെ പറയൂല. അപ്പൊ SK ആന്റി പിള്ളേരെ വിളിക്കുന്നത്. അപ്പൊ അവര് എന്നെ അത്രയ്ക്ക് സ്നേഹം കൊടുക്കും. അപ്പൊ എന്റെ പിള്ളേര് ഞാൻ ഡെയിലി സംസാരിക്കും അവരോട്. അപ്പൊ ഇവരെല്ലാവരും ഒരു സെക്കൻഡ് ആകുമ്പോഴേക്കും ആന്റി ഇപ്പോ വാ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ വരും. എന്നിട്ട് വന്നിട്ട് പിന്നെ എന്തെങ്കിലും ആഹാരം കൊണ്ട് കഴിക്കുക, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും, തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. വി ഗോ ഫോർ എ ട്രിപ്പ്. അവരുടെ ഒരു ലാസ്റ്റ് ഇയർ ഓൾസോ വി വെന്റ് ടു ബാങ്കോക്ക്. ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ടാണ് പോയിട്ട് വന്നത്. സോ അങ്ങനെ ഒരു സോഷ്യലൈസിങ്, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഉള്ള സമയം വരെ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഹാവ് ദാറ്റ് ഫീലിംഗ് ഓഫ് ഇനി സിംഗിൾ ആയിട്ട് തുടരാം എന്നുള്ളതാണ്. ഫോർ നൗ എനിക്ക് അറിയാം അതേ പറ്റുള്ളൂ നമ്മുടെ ലൈഫിന്റെ. ഇപ്പൊ ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് എൽസ്. എനിക്ക് എൻ്റെ ഇതെല്ലാം തന്നെയാണ് എൻ്റെ റൊമാൻസ്, എൻ്റെ ലൈഫ്, എൻ്റെ ഡാൻസ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ അൾട്ടിമേറ്റ് എയിം. ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? എനിക്ക് മിക്ക മെലഡി സോങ്സ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ഇൻഫാക്ട് ഈവൻ ഇംഗ്ലീഷ് സോങ്സും ഞാൻ കേൾക്കും. സോ ഇൻഫാക്ട് ലേറ്റസ്റ്റ് ഞാൻ പഴയ പാട്ടാണെങ്കിലും ഈ ബ്രെന്റ് മോർഗൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗർ ഉണ്ട്. പുള്ളിയുടെ ഒരു അമേരിക്കൻ ബ്യൂട്ടിഫുൾ സോൾ എന്നൊരു പാട്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുമ്പോ ഒരു തമിഴ് മലയാളം സോങ് കേൾക്കുകയാണെങ്കിൽ എനിക്ക് കൃഷ്ണന്റെ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് കൂടുതൽ റൊമാൻസ് മൈൻഡിൽ. കാരണം എനിക്ക് കണ്ണൻ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാമാണ്. എനിക്ക് എന്റെ ഇൻഫാക്ട് അത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഹൗസ് വാമിങ്ങിന് എന്റെ വീട്ടിനകത്ത് കയറുമ്പോ ഒരു കുഞ്ഞിയൊരു കണ്ണനുണ്ട് എന്റെ അടുത്ത്, കൃഷ്ണന്റെ. അത് എന്റെ മക്കള് എനിക്ക് തന്ന ഗിഫ്റ്റാണ്. അപ്പൊ അവര് എന്റെ കൂടെ ഹൗസ് വാമിങ്ങിൽ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അവരെ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ കൃഷ്ണന്റെ എന്റെ കയ്യിൽ വെച്ചിട്ടാണ് വിളക്കും പിടിച്ചിട്ട് ഞാൻ വീട്ടിനകത്ത് കയറുന്നത്. സോ അപ്പൊ എനിക്ക് കൃഷ്ണന്റെ പല ഭജൻസ് ആയാലും ഏത് പാട്ട്, ഇപ്പൊ മീരാ ഭജൻസ് ഒക്കെ കുറെ ഉണ്ടാവും. അത് വേണമെങ്കിൽ ഞാൻ ഒരു ലൈൻ പാടാം. That is what gives me that peace. പ്യാരേ दर्शन दीजो तुम बिन राख्यो न जाए. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.